എല്ലാ പ്രിയപ്പെട്ട കൗമുദി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും കൗമുദി ടി വിയുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും നാഗങ്ങളുടെ സംരക്ഷകനും കളിത്തോടനുമൊക്കെയായ പ്രിയപ്പെട്ട വാവാ സുരേഷ് ഏട്ടൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ കൊച്ചു മനോഹരമായ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് നമ്മുടെ വാവാ സുരേഷ് ഏട്ടൻ്റെ വീട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഓണ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ വകയായിട്ട് വാവാ സുരേഷ് ഏട്ടന് ഓണത്തിന് സമ്മാനിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നേരെ ഞാൻ വീട്ടിനകത്തേക്ക് പോയാണ്. വാവാ സുരേഷ് ഏട്ടനോടൊപ്പമാണ് ഇന്നത്തെ ഈ ഓണം നമ്മൾ ചെലവിടാൻ പോകുന്നത്. ഇതുവരെ കാണാത്ത ഒരുപാട് വിശേഷങ്ങൾ വാവാ സുരേഷ് ഏട്ടനിൽ നിന്ന് നമുക്ക് കണ്ടും കേട്ടുമൊക്കെ അറിയാം. അപ്പോൾ ഒരു ഹാപ്പി ഓണം. ഓണം എത്തിക്കഴിഞ്ഞു. അതേ ചേമ്പിൻ്റെ ചുവട്ടിൽ അത്തപ്പൂവൊക്കെ ഇട്ടതിൻ്റെ ഇന്നലത്തെ പൂക്കളൊക്കെ കിടപ്പുണ്ട്. ഹാപ്പി ഓണം. സുരേഷ് ഏട്ടൻ്റെ തിരുവിള വീട്ടിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഈ ഓണത്തിന്. കൗമുദി ടി വിയിലൂടെ നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഒരുപാട് വിലയേറിയ സമ്മാനങ്ങളും അറിവുകളൊക്കെ തന്ന സുരേഷ് ഏട്ടന് ഈ ഓണത്തിന് ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരുടെയും വകയായിട്ട് ഞങ്ങളുടെ ഒരു ഓണസമ്മാനം, ഒരു ഓണക്കിറ്റ് സമ്മാനമൊക്കെയാണ്. എന്തായാലും സന്തോഷം. ഇത് അരിയോ എല്ലാം തന്നെയാണോ? എന്തായാലും സാർ ഇത്രയും ദൂരെ വന്നു, ഈ കൊച്ചു വീട്ടിൽ വന്നു, ഞങ്ങൾക്കെല്ലാം ഓണസമ്മാനം കൊണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം, നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെ. ഞാനും തിരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ മുട്ടായി എങ്കിലും തിരിച്ച് തന്നില്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. കിറ്റ് കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചു. അപ്പോൾ കുഞ്ഞ് സമ്മാനം. സന്തോഷം. അങ്ങനെ എനിക്കും ഒരു ഓണസമ്മാനം അപ്രതീക്ഷിതമായിട്ട് എത്താൻ പോവുകയാണ്. എന്തായിരിക്കും എന്നെനിക്കറിയത്തില്ല. എന്തായാലും സുരേഷ് ഏട്ടൻ്റെ വകയല്ലേ, ഗംഭീര ഓണ സമ്മാനമായിരിക്കും. നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓണസമ്മാനം, എനിക്കുള്ള ഓണസമ്മാനം. ചേട്ടാ ഇത് മറ്റേ ഇതല്ലേ സ്വർണ്ണനാഗം? അതെ, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന ഇത് ഞാൻ കൗമുദി ടി വിയിലൂടെ ഞാൻ ഇതിനെ കുറിച്ച് കണ്ടു. അപ്പോഴേ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇതിനെ നേരിട്ട് കാണാൻ. ഞാൻ തൊട്ടോട്ടെ? തൊട്ടോളൂ, ധൈര്യമായിട്ട് തൊട്ടോളൂ, ധൈര്യമായിട്ട് തൊട്ടോളൂ, ഒരു കുഴപ്പം. ഇതാണ് സ്വർണ്ണനാഗം. ഞാൻ സത്യം വിചാരിച്ചു ഫോട്ടോഷോപ്പിൽ ചെയ്തായിരിക്കും സ്വർണ്ണനാഗം കൊണ്ട്, പക്ഷെ ഇത് ശരിക്കും അതിന്റെ ഉണ്മയെ അടുത്ത് നിൽപ്പുണ്ട്. എന്തായാലും ഇതാണോ എനിക്കുള്ള ഈ കാഴ്ച മതി കേട്ടോ എനിക്കുള്ള ഗിഫ്റ്റ്. ഇത് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇതിനെ വളർത്താൻ രണ്ടേ വിളിച്ചോളൂ. ആണോ? ഇരിക്കുവോ? എന്തായാലും ഞാൻ നമ്മുടെ സാറിന്, എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് കൊണ്ടുവന്ന സാറിന് ഞാൻ തിരിച്ചൊരു സമ്മാനം കൊടുക്കുന്നു. അത് നമ്മുടെ ഗോൾഡൻ ഗോബല എന്നറിയപ്പെടുന്ന സ്വർണ്ണനാഗത്തിന് ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തു വിടുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ തൊടാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊടുക്കും. ഇനി നമുക്ക് ചേട്ടൻ്റെ ഇതുവരെ നാഗങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത കുറച്ച് അതിഥികൾ ഈ വീട്ടിലുണ്ട്. ചേട്ടന്റെ കുടുംബം, അവരെയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? കാണാം. കുടുംബം മാത്രമല്ല, നമ്മളല്ലാതെ ഒരുപാട് അതിഥികളുണ്ട്. നായുണ്ട്, പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ എല്ലാ അതിഥികളും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുപോലെ. അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. വാവാ സുരേഷ് ഏട്ടന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഈ മനോഹരമായ വാവാ സുരേഷ് ഏട്ടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രകൃതിയിൽ തന്നെ ഏറ്റവും സുന്ദരമായ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ കേരളത്തിന്റെ തനിമ, കേരളീയരൊക്കെ കണ്ട് പരിചരിച്ച ആ തനി കേരളീയത്വം തുളുമ്പുന്ന ഈ ഓണക്കാലത്ത് കാണാൻ പറ്റിയ മനോഹരമായ വീട്. ഈ വീടിനകത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പ്രകൃതിയുടെ ഒരു AC ഒക്കെ ഇതിനകത്തുണ്ട്. AC യുടെ ആവശ്യമില്ല, കാരണം ഇവിടെ നല്ല ചെടികളും ഒത്തിരി ചെടികളും പിന്നെ അതുപോലെ ഓല ആണ് വീട്. പക്ഷേ ഈ ഓല ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത് ഇപ്പം വർഷാവർഷം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ. എല്ലാ വർഷവും ചില വർഷങ്ങളിൽ രണ്ട് പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നല്ല ഓല കിട്ടത്തില്ല, മൂത്ത ഓല അല്ലല്ലോ ഇപ്പം മുടഞ്ഞു വരുന്നത്. അപ്പോൾ ഈ എളുപ്പമുള്ള ഓല ഉടയുമ്പോൾ അത് പെട്ടെന്ന് ദ്രവിച്ചു പോകും. ശരിക്കും ഒരു കോൺക്രീറ്റ് വീടിനേക്കാളും മെയിൻ്റെനൻസ് കൂടുതലാണ്. പക്ഷേ അതെ, മെയിൻ്റെനൻസ് കൂടുതൽ. പക്ഷേ ഒരു ഇപ്പത്തിന് ഒരു ഓലയ്ക്ക് 25 രൂപയാണ് ഒരു ഓലയ്ക്ക്. അപ്പോൾ ഒരു 100 മട്ടന് 2500 രൂപയാവും. പിന്നെ മെയിൻ്റെയിൻ പണിക്കാരും കിട്ടാനില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മസംതൃപ്തി എത്ര വലിയ ഫ്ലാറ്റിൽ കിടന്നാലും ഉണ്ടാകത്തില്ല. അതുമല്ല, ഈ കൊച്ചു വീടിനകത്ത് ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണ് ഇരിക്കുന്നത്. ഇതുവരെ വാവാ സുരേഷ് ഏട്ടൻ്റെ കുടുംബാംഗങ്ങളെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ്. ചേട്ടൻ തന്നെ ഒന്ന് നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തിയാൽ മതി. എന്തായാലും അപൂർവമാണ്. കാരണം ഇവരാരും മീഡിയയുടെ മുന്നിൽ വരത്തില്ല. കാരണം എന്തെങ്കിലും പറയുമ്പോൾ അപ്പോഴും സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങിപ്പോകുന്ന ഒരു പ്രവണതയാണ്. അമ്മ ചെറുപ്പമാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 18 വയസ്സേ ആയുള്ളതുകൊണ്ട് അമ്മ മീഡിയയുടെ മുന്നിലൊന്നും വരാറില്ല. എന്തായാലും ഇത് അമ്മ, ഞങ്ങളെ അമ്മയുടെ പേര് കൃഷ്ണമ്മ എന്നാണ്. എൽ കൃഷ്ണമ്മ. എല്ലെന്ന് പറയുമ്പോൾ എല്ലെടുക്കുന്ന കൃഷ്ണമ്മയല്ല, എന്നാലും കുഴപ്പമില്ല.
എൽ കൃഷ്ണമ്മ, അമ്മയ്ക്ക് അമ്മ ഇതാണ്. അത് കഴിഞ്ഞ് അച്ഛനുണ്ട്, അച്ഛനിപ്പോൾ സ്ഥലത്തില്ല. അച്ഛൻ്റെ പേര് ബാഹുലയൻ എന്നാണ്. അപ്പോൾ കൃഷ്ണമ്മ ബാഹുലയൻ ദമ്പതികളുടെ 4 മക്കളാണ് ഞങ്ങൾ. ഞാൻ മൂന്നാമനാണ്. ഇത് എൻ്റെ നേരെ ഇളയ ആളാണ് ലാലിയാണ് ആള് താരം. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പിടിച്ച് കുനിച്ചേർത്തി ഇടിക്കുന്ന ഒരു അവകാശം ഇവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതിനുള്ള അവസരം ഇവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഞങ്ങളോടൊപ്പം തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. വാവാ സുരേഷ് ഏട്ടനെ ഇടിച്ചിട്ടുള്ള ആളാണ് എല്ലാവരും വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കുന്ന വാവാ സുരേഷ് എന്നിട്ട് അങ്ങനെ കൊടുക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. അതിന് അത് കഴിഞ്ഞ് മൂത്ത ചേട്ടൻ, ഏറ്റവും മൂത്ത ആളാണിത്, സത്യദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വെളിയിലേക്കായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അപ്പം നമ്മളെല്ലാം ഞങ്ങൾ 4 പേര്. ഇനി ഇടയ്ക്കൊരാളുണ്ട്, എൻ്റെ നേരെ മൂത്ത ആളാണ് ഗിരീഷൻ. പുള്ളി സ്ഥലത്തില്ല, പുള്ളി വയനാട്ടിലാണ്. എന്തായാലും സന്തോഷമുണ്ട് ഈ ഒരു ഇങ്ങനൊരു അവസരത്തിൽ കൗമുദി ടിവിയുടെ ഇങ്ങനൊരു പ്രോഗ്രാമിൽ അമ്മയും സഹോദരനെയൊക്കെ ഒരുമിച്ച് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന്, എനിക്ക് സന്തോഷമുണ്ടെന്നുള്ളത്. അമ്മയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് മോൻ ഇങ്ങനെ ഈ പാമ്പിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു? അമ്മ സത്യത്തിൽ തുറന്നു പറയും, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് സന്തോഷം. എന്തായിരുന്നു എതിർക്കാൻ കാരണം? ആദ്യമൊക്കെ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. പറയില്ല, ഇപ്പൊ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാം ദൈവം നിശ്ചയം. അമ്മ അങ്ങനെ ഭയങ്കര മകന് ഫുൾ സപ്പോർട്ട് ഇപ്പൊ കൊടുക്കണുണ്ടല്ലേ? മിണ്ടൂലേ? എവിടെ പോയാലും പാമ്പിനെ പിടിക്കാൻ പോയി എവിടെ പോയാലും മിണ്ടത്തില്ല. അതെന്താ ഒന്നും പറയത്തില്ല, പോയിട്ട് വാ, ഞാൻ പറഞ്ഞ നീ കേൾക്കൂലല്ലോ. ഇപ്പോഴും പാമ്പിനെ പിടിക്കാൻ പോകുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇത് ഇഷ്ടക്കുറവല്ലോ ഉണ്ടോ? ഇപ്പൊ ഇല്ല. പാമ്പിനെ ആദ്യമായിട്ട് അമ്മയുടെ കയ്യിൽ എപ്പോഴാണ് കൊണ്ട് തന്നത്? അമ്മയുടെ കൊടുത്തെങ്കിൽ അമ്മയ്ക്ക് ബോധക്കേടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് അമ്മയുടെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. അമ്മ ഇവിടെയൊക്കെ ഒരുപാട് വനം പോലെ കിടന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ 2-3 വീടുകളുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് രാത്രിയിലേക്ക് തൊട്ട് കുറച്ച് അപ്പുറത്തൊരു വീട്ടിൽ വെച്ച് അവിടെ വീട്ടിലെ ആളില്ലായിരുന്നു. അപ്പോൾ നായ്ക്ക് ചോറ് കൊടുക്കാൻ ഇപ്പോൾ കടിയേറ്റ സംഭവം ഉണ്ടായിരുന്നു. അമ്മയുടെ ചെറുപ്പത്തിൽ, അമ്മയുടെയൊക്കെ ഒരു 30 വയസ്സ് പ്രായത്തിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ ഒരു ഭയം ഇന്നും അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് മാറ്റാൻ കഴിയില്ല. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് നല്ലതായിട്ട് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, ഒരു പാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ മണ്ടത്തരേ പറയുള്ളൂ. അതുകൊണ്ട് അല്ല, അപ്പൊ ഇപ്പൊ ഈ പേടിയുള്ളതുകൊണ്ട് പാമ്പിന്റെ അടുത്തേക്ക് വരത്തില്ല, ഈ അനിയത്തിനെ വരത്തില്ല. ഇപ്പോഴാണ് കുറച്ച് പേടി മാറിയത്. കാരണം ഇപ്പൊ ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഇവർ വന്നിരുന്ന് കാണുന്നത് ഞാൻ കിടന്ന് അനുഭവിക്കുന്നത്, വേദന തിന്നുന്നത്. അപ്പോൾ അവർക്ക് ആ ഭയം എന്നും മനസ്സിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് തരണം ചെയ്യും, പക്ഷേ എല്ലാവരും അതുപോലെ തരണം ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ഒരു ഭയം ഇവർക്കുള്ളത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ഭയം അങ്ങനെ നിലനിൽക്കണം. സുരേഷേട്ടൻ്റെ അനിയത്തി എന്ത് ചെയ്യാണ്? എന്താണ് വാവച്ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? സത്യത്തില് ഇത് ഏറ്റവും കൂടുതൽ വാവച്ചേട്ടൻ എന്ന് വിളിക്കാൻ അവകാശപ്പെട്ട ആള് ലാലി ചേച്ചിയാണ്. അതിന് പിന്നെ ഒരു കാര്യം നമ്മളെ പ്രേക്ഷകരോട് പറയാനുണ്ട്, എന്നെ ഇന്ന് വരെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല, കൂമ്പിലിടി മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ള സത്യം കൂടി ഞാൻ പറയാം. എന്തിനാണ് ഈ വാവച്ചേട്ടനെ കൂമ്പിനിടിക്കുന്നത്? അതൊന്ന് പറയാമോ? സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട്. അറ്റാച്ച്മെന്റ് ഉള്ളവർ തമ്മിലാണോ ഇടിക്കുന്നത്? അറ്റാച്ച്മെന്റ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ എന്റെ എല്ലാ വൃത്തികളും കൂട്ടി നിൽക്കുവായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഞാൻ അപ്പോഴും അടിക്കും. അതിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെ രഹസ്യം പറയാനുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി ചേർന്നിട്ട് ഒരു ചെറുപ്പത്തിൽ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഞാൻ പറയാം, അത് എന്തൊരാണെന്ന് അറിയാമോ? ഞങ്ങൾ 4 പേരും കൂടെ വൈകുന്നേരം ആകുമ്പോൾ സമയങ്ങളിൽ റോഡിൽ ഇറങ്ങിയിരിക്കും. ആരെങ്കിലും ബീഡി കുറ്റി വലിച്ചിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾ 4 പേരുടെ റൂമിനകത്ത് എടുത്ത് വിളിച്ചുകൊണ്ട് വലിക്കുമായിരുന്നല്ലോ. അതാണ് ഞങ്ങൾ തമ്മിൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 4 പേരും വീഡിയോ വലിക്കുമായിരുന്നു. അതാണ് ഒരു രഹസ്യം. അല്ല, അതിന്റെ കുറ്റി എന്തെങ്കിലും ഉണ്ടാവില്ല, അല്ലെ വള്ളിയുടെ ആവശ്യമില്ല. ഞങ്ങളെടുത്ത് അകത്തോണ്ട് വെച്ചിട്ട് തീപ്പെട്ടി അടുക്കളയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ 4 റൂം അടച്ചിരുന്ന് റൂമിനകത്തിരുന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. അതാണ് ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടു, ആദ്യമായിട്ട് സുരേഷ് ചേട്ടനെ സർപ്പദംശനം ഏറ്റത് അനിയത്തിയെ പാമ്പ് കാണിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ്. അത് എന്തായിരുന്നു ആ സംഭവം? ഓർക്കുന്നുണ്ടോ? ഇപ്പൊ 96-ലായിരുന്നു. 96 അതിന് മുന്നേ ഉണ്ട്. പിടിച്ചു തുടങ്ങി ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴേ പാമ്പ് പിടിക്കുമായിരുന്നു. ഒരുമിച്ച് പണ്ട് ഇവിടെയൊക്കെ ഒരുപാട് വയലായിരുന്നു.
പാടമല്ലേ ഉണ്ടല്ലോ, നമുക്ക് പാടം കാണാനില്ല. ഞങ്ങൾക്ക് ഇവിടെ നോക്കി ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു അമ്പലമുണ്ട്, ഈ അമ്പലം കാണാമായിരുന്നു. അത്രയ്ക്ക് നല്ല പാടമൊക്കെ. ഇപ്പം അതൊക്കെ നമ്മുടെ എല്ലാം വീടുകളായി കഴിഞ്ഞു. വീട് ഇപ്പം ആ പാടമൊന്നും കാണുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഞാൻ ഈ കൊച്ചുനാളിൽ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പാമ്പിനെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മ എൻ്റെ ഒരു 9-10 വയസ്സ് പ്രായത്തിൽ അമ്മ പശു വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പറമ്പിലൊക്കെ പോയി പുല്ല് വരയാനൊക്കെ ഇവരൊക്കെ പോകുമ്പോൾ ഇവരെ കൂടെ പോയി പാമ്പിനെ കണ്ട് എനിക്ക് ചെറുപ്പത്തിലെ ഭയം മാറി. പിന്നെ ആൾക്കാരെന്നെ തല്ലിക്കൊല്ലാൻ വിളിക്കും ചെറുപ്പത്തിൽ തന്നെ, അയൽവക്കത്തിലെ പാമ്പ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഞാൻ 6-7 പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ, സ്കൂളിൽ പോകുന്ന സ്വഭാവം, സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സ്വഭാവം ഇല്ല കേട്ടോ, അത് വേറെ സത്യമായിരുന്നു. 2 ദിവസം സ്കൂളിൽ പോയി 3 ദിവസം ഏതെങ്കിലും പണയില്ല മരിച്ചിനി പണയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അതങ്ങനെ ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പാമ്പിനെ കണ്ടു. അതിനെ പിന്നെ അന്ന് സ്കൂളിൽ പോകാതെ അവിടെ ഇരുന്നതിനെ കളിപ്പിച്ച് ചെറിയ കുഞ്ഞു മുറുക്കനായിരുന്നു. അതിനെ പിന്നെ കുപ്പിയിലാക്കി. എനിക്ക് ഒരുപാട് ഈ അല്ലാത്ത റോഡിൽ കിടന്ന കാക്ക കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നൊരു വിനോദം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിനെയും കൊണ്ടുവന്നു, ഇവരാരും അറിയാതെ കൊണ്ട് സൂക്ഷിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പ്രശ്നങ്ങളായപ്പോൾ കൊണ്ട് തുറന്നു വിളിച്ചു. ഇനി ഇതിലേക്ക് വരാം, എങ്ങനെയാ കടിച്ചത്? 96-ല് ഒരു പണി തന്നെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞു മൂർഖനെ കിട്ടി. അപ്പൊ അത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ കൊണ്ടുവരുന്ന വഴിക്ക് പോസ്റ്റ്മാനെ കണ്ട് പുള്ളിയെടുത്ത് എന്തോ സംസാരിക്കുന്ന സമയത്തിന് ഈ കൈ അങ്ങനെ പിടിച്ചുകയായിരുന്നു. അപ്പൊ കൈ അങ്ങ് അയഞ്ഞു സമയത്തിനാണ് കഴിച്ചത്. അതൊന്നും ഒരുപാട് ആയിപ്പോയി. അത് വലിയ സങ്കടമുള്ള കാര്യമാണല്ലോ, കണ്ണൊക്കെ നിറഞ്ഞത് പറയുമ്പോൾ. ആ ഒരു വിരല് പോയി, ആ ഒരു വിരൽ അതിൽ നഷ്ടപ്പെട്ടു. സുരേഷ് ഏട്ടൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ഈ പാവം മൃഗങ്ങളുടെ തന്നെ ഒരു പ്രാർത്ഥന സുരേഷ് ഏട്ടൻ്റെ കൂടെ. പണ്ടൊക്കെ ആൾക്കാർ തല്ലിക്കൊല്ലായിരുന്നു. സുരേഷ് ഏട്ടൻ വന്നതിന് ശേഷമാണ് ഇതിനൊന്ന് സംരക്ഷിക്കാൻ തന്നെ സുരേഷ് ഏട്ടനെ അനുകരിക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരുപാട് അപകടമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ബാബാ സുരേഷ് എന്ന് പറഞ്ഞ പാമ്പിനെ പിടിച്ച് ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അനുകരിക്കരുത്. ഇപ്പോൾ സാറിനെയൊക്കെ അനുകരിക്കാം, സാറിനെ അനുകരിക്കാം, പക്ഷെ ഇത് അപകടം വിലയ്ക്ക് വാങ്ങിക്കലാവും. ഇതൊരു അപകടമുള്ള സാധനമാണത്. സുരേഷ് ഏട്ടന്റെ ചേട്ടൻ അല്ലേ? അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ കുറച്ചുകൂടെ തടി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. ചേട്ടൻ എന്ത് ചെയ്യാണ്? ചേട്ടന് ഈ പാമ്പിനെ ഒക്കെ പേടിയെ ഉണ്ട്, അതോ പേടി ഉണ്ടെങ്കിൽ അത് മാറിയോ? ഫീൽഡ് വരുന്നതുകൊണ്ട് വളരെയധികം പേടിയുണ്ടായിരുന്നു. ഫീൽഡ് വന്നതിന് ശേഷം ഇതൊക്കെ പേടിയെന്ന് പറയുന്ന സാധനം. ഞാനൊരു ദിവസം കുറച്ച് ഇവിടെ മുട്ടകൾ ശേഖരിച്ച് വയ്ക്കാറുണ്ട്, പാമ്പുകളുടെ മുട്ട. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറേ പെരുമാമ്പിൻ്റെ മുട്ടയും കൊണ്ട് വെച്ചിട്ട് ഞാൻ ആലപ്പുഴയിൽ കഴിഞ്ഞ ഓണത്തിൻ്റെ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനിയത്തി വിളിക്കുന്നത്, നീ എവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരത്തിലാണ്. എന്ത് പറ്റി? പെട്ടെന്ന് ഇവിടെ പറഞ്ഞു, ഇവിടെ വന്നില്ല, ഇപ്പോൾ അപ്പടി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇവള് പറഞ്ഞു ഇവിടെ എല്ലാം കുറേ പെരുമാമ്പിൻ്റെ മുട്ടകൾ ഇരിക്കുകയാണ്. ഈ മുട്ടയെല്ലാം വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളിവിടെ ഓടി കിടക്കും. പിന്നെ ഇവര് എല്ലാം കൂടെ തന്നെ 24. അപ്പോൾ ഇവര് പിന്നെ അതിനെ എങ്ങനെയൊക്കെ പിടിച്ച് ചാക്കി കയറ്റി വെച്ചു. എന്നിട്ട് ഒരെണ്ണം മിസ്സായി. അപ്പോൾ ഇവളത് പിറ്റേന്ന് അന്ന് രാത്രി തൊട്ട് ഇവർക്ക് ഉറക്കമില്ല. ഇവളിങ്ങനെ കാണുന്ന ഊട്ടയിലെല്ലാം ഇങ്ങനെ നോക്കി കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ചെടിയുടെ നോക്കി തന്നെ കിട്ടിയതിന്. സ്വന്തം വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ എവിടെയെങ്കിലും പാമ്പത്തി കഴിഞ്ഞാൽ അവിടെ ഓടിയത്. ചേട്ടൻ തന്നെ ഇപ്പൊ ഒരുപാട് മരമൊക്കെ ഇവിടെ ഒരുപാട് വെച്ചു. അയ്യോ മരം ഞാൻ വെച്ചതല്ല. അയ്യോ ഞാൻ വെച്ചതല്ല. അതെല്ലാം ഇവളുടെ. എനിക്ക് അതിനും കൂടെ ഇടികൊള്ളാൻ വയ്യ. എല്ലാം ഇവള് വെച്ചതാണ്, ഞാൻ വെച്ചതല്ല. സുരേഷ് ചേട്ടന്റെ അനിയത്തിയുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഈ സുരേഷ് ചേട്ടനാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. അത് കള്ളം പറയുന്നൊന്നുമില്ല, ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ ആ ലൈക്ക് കണ്ടാലും നമുക്കറിയാം. അപ്പോൾ കൂടുതലും ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. ഒരു സിനിമാ താരമല്ലാത്ത ഫാൻസ് അസോസിയേഷനുള്ള ഏക വ്യക്തിയും സുരേഷ് ഏട്ടനാണ്. അപ്പോൾ ഈ ഫാൻസുകാർക്കൊപ്പമാണ്, അവരുടെ പല കാര്യങ്ങൾക്കുമാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സുരേഷ് ഏട്ടൻ എപ്പോഴും ഓടി നടക്കാറുള്ളത്. ഇതിനിടയ്ക്ക് വീട്ടുകാർക്കൊപ്പം സുരേഷ് ഏട്ടനെ കിട്ടാറുണ്ടോ? വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. പോലും ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കോൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പം വിളിക്കും, എന്നാലും ചിലപ്പോൾ 2 ദിവസം 3 ദിവസം സ്റ്റേ ചെയ്യുന്നതുണ്ട്. എന്താണ് സുരേഷ് ഏട്ടന് പറയാനുള്ളത്? ശരിയാണ്, ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്നു. കൂടുതൽ യാത്ര ചെയ്യുക എൻ്റെ മനസ്സിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ജനങ്ങളെ ബോധവൽക്കരിക്കുക. കാരണം എനിക്ക് മുന്നേ ഒത്തിരി പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ, ഒരു വേലായുധൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ആരും കണ്ടിട്ടില്ല. പക്ഷെ ആ പേര് നിലനിൽക്കുന്നു. ആ പേര് നിലനിൽക്കുന്നു. ആരും നമ്മുടെ മുന്നിലുള്ള തലമുറ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കുറേ കഥകൾ. വേലായുധൻ ചേട്ടൻ 500 പാമ്പിൻ്റെ കിടന്നു, 600 പാമ്പിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു കഥയേ ഉണ്ടായിട്ടുള്ളൂ.
യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അപ്പം ഞാൻ കൂടുതലും സമയം കണ്ടെത്തുന്നത് നമ്മുടെ കേരളീയരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് 2-3 ദിവസത്തിൽ ഒരിക്കലാണ്. ചിലപ്പോൾ വന്ന് കിടക്കും, രാവിലെ 6 മണിക്ക് വന്ന് കിടക്കും, 7 മണി 8 മണിയാകുമ്പോൾ ഇവരൊക്കെ എണീറ്റ് അവർ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് കുളിച്ച് ഫ്രഷായി അടുത്ത കോളിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അധികം കാണാറ് പോലും ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും യാത്ര എനിക്കതിൽ ഇവർക്കും പരാതിയില്ല, എനിക്കും പരാതിയില്ല. ചില സാഹചര്യങ്ങൾക്ക് അവർക്ക് പരാതിയുണ്ട്. കാരണം ഒരു കല്യാണ ആവശ്യത്തിന് എവിടെയെങ്കിലും വിളിച്ചാൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ഇവരൊക്കെ തന്നെ പോകേണ്ടി വരും. അമ്മയോ അനിയത്തി ആരെങ്കിലും ചേട്ടനാരെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പരാതികൾ ഇവർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ അവർ മറന്നു പോകുന്നു. കാരണം ഞാൻ ചെയ്യുന്ന മേഖല അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ തന്നെ അവർ പറയും നല്ല കാര്യമില്ലെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നത് ശരിയായിരിക്കാം. എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം ഞങ്ങൾ അങ്ങനെ വളരെ പബ്ലിസിറ്റി ആയിട്ടില്ലാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പബ്ലിസിറ്റി ആയപ്പോൾ ഇപ്പോൾ എനിക്ക് 8ൻ്റെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല. അല്ല, ഇപ്പോൾ നമ്മൾ ചികിത്സ സഹായിക്കുന്ന എനിക്ക് കിട്ടുന്ന ഫണ്ടുകൾ വെച്ചാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്ന് വരെ ഫാൻസിൻ്റെ പേരും പറഞ്ഞ് ഒരു പൈസ ഒരു പിരിവോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 80 ലക്ഷത്തോളം രൂപയ്ക്ക് ഞങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ കഴിഞ്ഞു. വീട്ടുകാർക്ക് അതറിയില്ല. കാരണം ഈ ഇതൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കും അയ്യോ ഈ പൈസയെ കൊണ്ട് വെറുതെ കളയുന്നു. പക്ഷെ അത് നമുക്കുള്ളതല്ല, ഒരിക്കലും നമുക്കുള്ളതല്ല. നമുക്കുള്ള പൈസ നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് നമുക്കുള്ളത്. ഒരു പരമാവധി അച്ഛനൊക്കെ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അമ്മ അന്ന് കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന ആ സാധനം കൊണ്ടുവന്ന കിട്ടുന്ന ശമ്പളം കൊണ്ട് അരിയൊക്കെ വാങ്ങിച്ച് കഞ്ഞി വെച്ച് വയ്ക്കുമ്പോൾ തല്ലിപ്പൊട്ടി ശമ്പളത്തിന് ഇട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ 4 മക്കളും ഞങ്ങൾ ഓടി താഴെ മഴയത്തൊക്കെ ഓടി താഴെയൊക്കെ പോയി പണയിലിരുന്ന് ഉറക്കം വെച്ചിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ഓല മേയാൻ നിവൃത്തിയില്ലായിരുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കെട്ടാൻ കഴിയുന്നത് ചെറുപ്പത്തിൽ. അപ്പോൾ ഞങ്ങൾ ഈ വീട് മുഴുവനും ചോരും. അപ്പോൾ ഞങ്ങൾ 4 മക്കൾ 4 മൂലയിലിരിക്കും. 4 മൂലയിൽ ചോരാതുള്ളൂ. അമ്മയും ഏതെങ്കിലും ഒരു മൂലയിലിരിക്കും. അങ്ങനെ വെളുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാറില്ല. കാരണം ഞാൻ ഒരേ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബ്രൈമോർ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബ്രൈമോർ എന്നൊരു സ്ഥലത്ത് പോയി ചെന്നപ്പോൾ അവിടെ ജീവനക്കാർക്ക് ജോലിയില്ല. അവിടെ നിങ്ങൾ നോക്കിയപ്പോൾ ഒരു വയസ്സായ അമ്മയും അച്ഛനും ഒരു സാധനത്തിനെ പിടിച്ചുകൊണ്ട് വെച്ച് വൃത്തിയാക്കി കഴിക്കാൻ പോകുന്നു. എന്തായിരുന്നു അറിയുക? എലിയായിരുന്നു. നമ്മൾ ലൈവ് കാണുകയാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ കണ്ടുകൊണ്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മിഷ്ടാനം മുണ്ട് സൂക്ഷിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത്? ഞാനൊരു തുണികൾ ഇതൊക്കെ വേറെ ആരോ എനിക്ക് മേടിച്ചെന്ന തുണിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ചായപ്പൊടി വാങ്ങിക്കണമെന്ന് ഞാൻ കേൾക്കാതെ പോകുന്നു. പക്ഷേ സുരേഷ് ചേട്ടൻ്റെ ഈ മനസ്സാണ് കേട്ടോ ഏറ്റവും വലുത്. ഈ ഇത്രയും ഇങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും സുരേഷ് ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഈ വീട്ടിലേക്ക് എത്തിക്കണം. ഒരുപാട്. പക്ഷേ അത് ഞാൻ പറയുന്നത് ഇപ്പോഴും ഒരുപാട് ഗൾഫിൽ നിന്നൊക്കെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ വിളിക്കാൻ സുരേഷ് ചേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും നിർബന്ധിച്ച് നമ്മളിപ്പോൾ അല്ല, അത് ശരിയല്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ആരെങ്കിലും നമുക്കൊരു മുട്ടായി തന്നെ ഗിഫ്റ്റ് കിട്ടുന്നു. ആ മുട്ടായി വരുന്ന വഴിക്ക് ഏതെങ്കിലും കുട്ടിക്ക് കൊടുത്തിട്ട് വരും. ആ ഒരു മനസ്സിന് കിട്ടുന്ന സംതൃപ്തി നമുക്ക് വേറെ നമുക്ക് കഴിച്ചാൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊടുത്താൽ ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇന്ന് എനിക്കിപ്പോൾ ഒരു നേരം ആരെങ്കിലും ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വെച്ച് കഴിക്കാൻ പറയും. ചേട്ടന് ആരോഗ്യമുണ്ട്, ചേട്ടന് കഴിക്കാൻ പറ്റും. അവൾക്ക് പോസ്റ്റ് ഓഫീസിൽ വേണ്ട, അവൾ വേണ്ട, അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് വെള്ളം അമ്പലത്തിൽ പാർട്ട് ടൈമെങ്കിലും ഒരു ജോലിയുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ അമ്മയ്ക്ക് നടക്കും. പക്ഷേ ഇതുപോലെ ഇല്ലാത്ത 10,000 കുടുംബം നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. നമുക്കൊറ്റ എൻ്റെ കുടുംബം, ഞാൻ, എൻ്റെ സഹോദരൻ, ആ ഒരു ചിന്താഗതികൾ നമ്മുടെ ഭാരതത്തിലെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറണം. അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് 1 രൂപ ഉണ്ട്, അത് 50 പൈസ അത്യാവശ്യമുള്ള 50 പൈസ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ചേട്ടാ, ഈ ഓണത്തിന് ചേട്ടൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഈ ഓണത്തിനും അത്തരത്തിൽ എവിടേക്കോ സഹായിക്കുന്നു. നമുക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. സന്തോഷമാണ്. ഞാൻ കുറേ കാലമായിട്ട് ഞാൻ തിരുവോണം ഉണ്ടെന്ന് തന്നെ എൻ്റെ അമ്മയോടോ എൻ്റെ സഹോദരങ്ങളോടൊന്നുമല്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാലേക്ക് പോകുമ്പോൾ കുരിയാത്തിയിൽ അനാഥ മന്ദിരം, ആനന്ദ നിലയം എന്ന് പറഞ്ഞ അനാഥ മന്ദിരം, അവിടുത്തെ കുട്ടികൾ പോയിട്ടാണ്. അനാഥരല്ല അവർക്ക് ഓണം കൂടാനെന്നുള്ളൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് അച്ഛനും അമ്മയും പാർപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഒരു നിവൃത്തി അവർ പഠിപ്പിക്കുന്നു. അവിടെ ഞാൻ എല്ലാ തിരുവോണത്തിൽ ഞാൻ അവരോട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ തിരുവോണത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്കൊരു അപകടമായി ഹോസ്പിറ്റലായി പോയി. ബാക്കി എല്ലാ തിരുവോണം ഞാൻ ഈ വർഷം അവരോട്ട് തന്നെയാണ്. പിന്നെ ഓണമായിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു ഓണം വരാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു അച്ഛനും അമ്മയും കൂലിപ്പണി ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം 4 മക്കൾക്കും തുണി എടുക്കണം. അപ്പോൾ ചിലപ്പോൾ അത് ഏറ്റവും കുറഞ്ഞതായിരിക്കും. പക്ഷേ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി ഇന്ന് നമ്മൾ 1 കോടി രൂപ കൊടുത്തൊരു തുണി വാങ്ങിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. 5 രൂപയ്ക്ക് ശമ്പളത്തിന് ഞാൻ വീട്ടിൻ്റെ ലേബർ പണിക്ക് പോയിട്ടുണ്ട്. 5 രൂപ കിട്ടുന്നുണ്ട്. ആ 5 രൂപ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരു പെൻസിലെങ്കിലും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ആ കാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് ബുക്ക് ഇത് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, ഒന്നുമില്ല. സർക്കാർ ആരും കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ നെയ്യാർ ഡാമിലാണ്. നെയ്യാർ ഡാമിനകത്ത് സെറ്റിൽമെൻറ്റ് കോളനിക്കകത്ത് ചെന്നപ്പോൾ അവർക്ക് ഒരു വള്ളത്തിൽ വേണം അവർ അക്കരെ പോകാനും. ഒരു ബസ് സർവീസോ വണ്ടിയോ ഒന്നുമില്ല. ഒരു രാത്രി അവർക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ വണ്ടി വരത്തില്ല. ഈ വള്ളം പൂട്ടിയിട്ടിട്ട് 3-4 വീട്ടിൽ താക്കോൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇവർ ഏതെങ്കിലും വീട്ടിൽ പോയി താക്കോൽ എടുത്ത് തുറന്ന് തുഴഞ്ഞ് ഇക്കരെ വരണം. എന്നിട്ട് അവിടെ നിന്ന്
പിന്നെ 10-20 കിലോമീറ്റർ ഇപ്പുറത്ത് നല്ല ബസ് ഹോസ്പിറ്റലുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ്റെ ആയിട്ട് ഞാൻ ആലോചിച്ച് 340 കുട്ടികൾക്ക് ഞങ്ങൾ നോട്ട് ബുക്കും പെൻസിലും പേനയും കുടയും ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയി, പത്രമാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞ ഒരു സ്ഥലത്ത് ബ്രൈമൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ ഒരുപാട് ഈ പ്രോഗ്രാമിനൊക്കെ തന്നെ പോകുന്ന കിട്ടുന്ന സംഖ്യകൾ മാറ്റി വെച്ച് ഞങ്ങൾ അവിടുന്ന് കണക്കെടുക്കും. അപ്പോൾ 240 കുടുംബങ്ങൾ ആ ഒരു ഇടിഞ്ഞാറ് മുതൽ ബ്രൈമൂർ വരെ ബ്രൈമൂർ ആ ഒരു മേഖലയിൽ 240 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുക്കണം എന്നെനിക്കൊരു ചിന്തയുണ്ടായി. പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ അവരോട്ട് ആലോചിച്ച് ഫാൻസ് അസോസിയേഷൻ ആലോചിച്ച് എൻ്റെ അനിയത്തിയായിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാമല്ലോ, പക്ഷേ ഈ ബുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ച് അപ്പോൾ അവൾ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് തീരുമാനം അപ്പോൾ എന്തൊക്കെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 100 കുടുംബമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ 100 കുടുംബമാകുമ്പോൾ എൻ്റെ ഒതുങ്ങുന്ന ബഡ്ജറ്റായിരുന്നു. ഇപ്പോൾ 200 ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 240 കുടുംബമുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം എന്തായാലും ഞാൻ വിചാരിച്ച് അവർക്ക് 1% ആത്മസംതൃപ്തി ഉണ്ടാവട്ടെ. 100% എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഓണത്തിന് അവർക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ചെറിയ സംഖ്യ ഒന്നുമല്ല, ഇത്തിരി വലിയ സംഖ്യ തന്നെയാണ് അതിനായത്. അത് ഞങ്ങൾ 240 കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് തന്നെ ഓണക്കിറ്റ് വീടുകൾ ഞങ്ങൾ സാറിന് ഓരോ ആൾക്കാർ ചെയ്യുമ്പോൾ മൈക്ക് സെറ്റ് വെച്ച് റോഡിലൊന്നുമല്ല, അവരുടെ ഏരിയയിൽ നമ്മൾ പോയിട്ട് അവിടെ അവരെ വിളിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓരോ ആൾക്കാരെ വിളിച്ച് ഇപ്രാവശ്യം ഞങ്ങളും കൂടെ കൂടുകയാണ്, ഞങ്ങളും വരികയാണ്. വളരെ സന്തോഷം. കാരണം നിങ്ങളൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മുടെ കൗമുദിയുടെ ഈ പരിപാടിയിൽ കൂടി തന്നെ നമ്മുടെ ജനങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഇത് ഒരു പരിസ്ഥിതി സ്നേഹിയും ഉലകസ്നേഹിയും മാത്രമല്ല, വലിയൊരു മനുഷ്യ സ്നേഹിയും കൂടെയാണ്. ഇന്ന് വാവാ സുരേഷിനോടൊപ്പം നമുക്കും ബ്രൈമൂരിലേക്ക് യാത്രയാകാം. സന്തോഷം. അപ്പം ശരിയമ്മേ. ശരി. എന്തായാലും അവിടെ പോയി മിക്കവാറും വൈകിട്ടൊക്കെ ആവും. ആണല്ലേ? ഒരുപാട് നമ്മൾ ഒരു സ്ഥലത്തല്ല, 2-3 ആദ്യം ഒരു 125 വീടുള്ള ഒരു കോളനി, അത് കഴിഞ്ഞ് ഒരു 30 വീടുള്ള കോളനി, പിന്നെ ഒരു 25 വീടുള്ള കോളനി, അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങളാണ് നമ്മൾ വാവാ സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് കുറച്ച് അധിക ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ബ്രൈമൂരിലേക്കുള്ള യാത്രാ മധ്യേ വാവാ സുരേഷേട്ടൻ ഇരിപ്പുണ്ട്. അത് കുറച്ചുകൂടെ വിശേഷങ്ങൾ ഈ യാത്രയിൽ ചോദിച്ചറിയാം. ചേട്ടാ, ഈ ആദ്യമായിട്ട് ജീവിതത്തിൽ പാമ്പിനെ തൊട്ടറിഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷേ ഈ കിങ് കോബ്ര രാജവെമ്പാലയെ പിടിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഒരു കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. വാവച്ചേട്ടനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. എപ്പോഴാണ് ഈ രാജവെമ്പാല ആദ്യമായിട്ട്? എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമായിട്ട്, 4-5 വർഷത്തിനകത്തായിട്ടുള്ളൂ. ആദ്യമായിട്ട് പഠിക്കുന്ന രാജവെമ്പാല നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാറെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് രാജവെമ്പാല പിടി. അതൊരു ആദ്യത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് സൂവിൽ നിന്ന് അവിടുത്തെ ഡോക്ടറും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ കൊണ്ടുപോയി രാജവെമ്പാല പിടിക്കാൻ പോവുകയാണ് ചെയ്തത്. മൂഴിയാറെന്ന് പറഞ്ഞ സ്ഥലത്ത് പവർ KSEBിയുടെ പവർ സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ചാണ്, അകത്തുനിന്നാണ് പിടികൂടാൻ കഴിഞ്ഞത്. ഇനി ഈ രാജവെമ്പാലയെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കഥയായിരുന്നു. വേറൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് സുരേഷ് ഏട്ടനെ കുറിച്ചാണ് കേട്ടത്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജവെമ്പാലയെ പിടിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുരേഷ് ഏട്ടൻ ഈ രാജവെമ്പാലയെ സ്വപ്നം കാണാറുണ്ട്. എന്നിട്ട് ആൾക്കാരെ വിളിച്ച് പറയും അവിടെ മിക്കവാറും ഒരു രാജവെമ്പാലയെ കിട്ടാൻ വഴിയുണ്ട്. അതിൽ യാഥാർത്ഥ്യം? അത് യാഥാർത്ഥ്യമായിരിക്കാണ്. കാരണം എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെ, ഫോട്ടോഗ്രാഫറായ സുരേഷ് സൂര്യശ്രീ മധുസൂദനൻ സാറിനൊക്കെ അറിയാം. ഞാൻ സ്വപ്നം കണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്ന ഏരിയയിൽ ഒരു പാമ്പിൻ്റെ കാണുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്, രാജവെമ്പാല മരത്തിൻ്റെ മേളിലാണ്, കൃത്യ മരത്തിൻ്റെ മേളിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് 2 പിടിവിടാൻ കഴിയും. അതുപോലെ തന്നെയാണ് പാമ്പിനെ വെറും മറ്റുള്ളവർ കാണുന്ന പോലെയല്ല ബാബ സുരേഷ് കാണുന്നത്, ഒരു ദൈവീകത എവിടെയാണ് കാണുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം, ആരാധന തുടങ്ങുന്നത് തന്നെ ഭൂമിയിൽ പാമ്പിൽ നിന്നാണ്. ആരാധന തുടങ്ങുന്ന പാമ്പിൽ നിന്നാണ്. അത് മാത്രമല്ല, ഞാൻ ചിന്തിച്ചൊരു കാര്യം, പുരാണങ്ങളിൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പാമ്പ് മനുഷ്യന് വിഷക്കായി പറിച്ച് തിന്നാനായി പറഞ്ഞു കൊടുത്ത പാമ്പുകളാണ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് മുന്നേ പാമ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആരാധന ഞാൻ അവർ പിന്നെ സങ്കല്പങ്ങളിൽ ഭഗവാന്മാരുടെയൊക്കെ ശിവൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആയിരുന്നാലും കൃഷ്ണ ഭഗവാന്റെ ആയിരുന്നാലും ഇവിടെയൊക്കെ സാന്നിധ്യത്തിൽ പാമ്പ് എന്നൊരു സംഭവത്തെ കാണുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവയെ ആരാധിക്കുന്നു. അതുപോലെ തന്നെ പാമ്പുകൾ മാത്രമാണ് ഭൂമിക്ക് മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ജീവികളായിട്ടുള്ളതുകൊണ്ട് അവരെ മാത്രം ആരാധിക്കുന്നു. മറ്റൊരു കാര്യം ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്വന്തമായി നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ പരിചയപ്പെട്ടു. ഒരു സ്വന്തം കുടുംബത്തെക്കുറിച്ച് സ്വന്തം കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അവർ വേറെ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിലുണ്ട്. ഒരാളുണ്ട്, മോളാണ് ദുർഗ. ഞാൻ കണ്ടിട്ടില്ല, കുറേ കാലമായി കണ്ടിട്ട്. ഞാൻ പിന്നെ എപ്പോഴും തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു മേഖല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് മാറി. സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിലും കുടുംബത്തെക്കാളും ഒരുപാട് പേര് വാവയെ കാത്ത് അവിടെ ഇരിപ്പുണ്ട് അല്ലേ? വാവ എത്തുന്നു, വാവ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓടിയെത്തുന്നു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ സമയത്ത് ഒരു അരമണിക്കൂർ കൂടുതൽ ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്താം. അപ്പോൾ വാവ സുരേഷിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ഇടിഞ്ഞാർ എന്ന ബ്രൈമൂരിലേക്കുള്ള വഴി ഇടിഞ്ഞാറിലെത്തിയിരിക്കുകയാണ്. ഇടിഞ്ഞാറിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വാവ സുരേഷും അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരും ചേർന്ന് അവരുടെ ഈ ഓണക്കിറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ്. അവരെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ കുടുംബങ്ങൾക്കും വാവ സുരേഷിൻ്റെ വക ഒരു ഓണക്കിറ്റാണ് ഇവിടെ തയ്യാറാകുന്നത്. അതിനകത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഓണസദ്യ തയ്യാറാക്കാനുള്ള പായസവും നെയ്യും എല്ലാം, അരി, എല്ലാ സാധനങ്ങളും വാവ സുരേഷിന്റെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫാൻസ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിറ്റുകളൊക്കെ തയ്യാറായി അവർക്ക് വിതരണം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ് വാവ സുരേഷ് ചേട്ടൻ. എന്തൊക്കെയാണ് ചേട്ടാ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഓണക്കിറ്റായിട്ട് ഇവിടെ ആദ്യം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് 2 ക്യാൻസർ പേഷ്യൻ്റ് രണ്ട് വ്യക്തികളുണ്ട്. അവർക്ക് ചെറിയ ധനസഹായവും അവർക്ക് ഓണക്കിറ്റ്. പിന്നെ ബാക്കി 125 കുടുംബത്തിന്, ഈ ഏരിയത്തിന് 125 കുടുംബത്തിന് ഓണക്കിറ്റ്, അതായത് അരി, മറ്റ് അത്യാവശ്യ പലവ്യഞ്ജന സാധനങ്ങൾ. ആദ്യം നമുക്ക് ആ സുഖയിലാണ് ഇരിക്കുന്ന 2 വ്യക്തികളുടെ കുടുംബമാണ്. അപ്പോൾ ആ അമ്മയും വിളിക്കുമ്പോൾ ആ അമ്മ വന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം ലേശം ചികിത്സയ്ക്കുള്ള ഫണ്ടും കിറ്റും ഏറ്റുവാങ്ങുക. ആ അമ്മയുടെ പേര് നമ്മുടെ അലി സഹോദരൻ വിളിക്കുമ്പോൾ അമ്മ അടുത്തേക്ക് വരിക, സാറിൽ നിന്ന് അത് ഏറ്റുവാങ്ങുക. നിരവധി പാവപ്പെട്ട നിർധനരായ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ വന്ന് ഈ ഓണക്കിറ്റുകൾ വാവ സുരേഷിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. നമ്മൾ കണ്ടു, വാവ സുരേഷിൻ്റെ വീടും കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്, വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ സുരേഷ് അദ്ദേഹത്തിന് കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം സമാഹരിച്ച തുകകൾ കൊണ്ട് വളരെ നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു വളരെ വലിയൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് രോഗികളുണ്ട്. അവർക്ക് ചികിത്സയ്ക്കായി ചെറിയ ധനസഹായവും അദ്ദേഹം നൽകുന്നുണ്ട്. അത് ചെറിയൊരു തുകയെന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു തുക തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് നിർധന കുടുംബങ്ങളെയൊക്കെ സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനിയും തുടരുകയാണ്, ഒരുപാട് സ്ഥലത്തേക്ക് ഇനിയും പോകാനുണ്ട്. ഇനി എവിടേക്കാണ്? 3 സ്ഥലമുണ്ട്. നമ്മുടെ ബ്രൈമൂർ, അങ്ങനെ കുറേ സ്ഥലം. ഇനി 3 കോളനികൾ നമ്മൾ താണ്ടേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ടീം എത്തി നിൽക്കുന്നത് മങ്കയം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇടിഞ്ഞാറ് കഴിഞ്ഞ് മങ്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, 4 സെൻറ്റ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളടുത്ത് ആ കിറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ചേട്ടനെ സുഖമില്ലാതെ കുറച്ച് കാലം കൊണ്ട് തളർന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു ചെറിയ ധനസഹായം അതിന് നമ്മുടെ പ്രദീപ് സാറിനെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. പ്രദീപ് സാർ അത് സന്തോഷത്തോടെ കൈമാറുന്നു.
എന്തായാലും എൻ്റെ മനസ്സിൽ നിറഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളൊന്നും പാഴായി പോലെ എല്ലാം അർഹതപ്പെട്ട ആൾക്കാർ തന്നെയാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന അടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, കോളനി എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ആൾക്കാർ, കഷ്ടപ്പെടുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വനമാണ്, നാല് ചുറ്റും വനവും നടുക്ക് കുറച്ച് വീടുമാണ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മമാരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലൊരു പ്ലാവിൽ ചക്ക പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നതിന് 2-3 ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ 2 കരടി വന്ന് ആദ്യം ചക്ക കഴിച്ചിട്ട് പോകുന്നത് രാത്രി ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കൂടെ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ഇവർക്ക് ഒരു അപകടം അവരുണ്ടാക്കുന്നില്ല, അവർക്കൊരു അപകടം ഇവരും ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഇത്രയും നല്ല മനസ്സ് ഉള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്, അടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നാൽ നമ്മൾ വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് ചെറിയ ഓണം നമ്മളെല്ലാവരും 3 നേരം ഉണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എൻ്റെ ചിന്താഗതി, അപ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരം കുറച്ച് മറ്റുള്ളവർക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക. ആ ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും ഇവിടുത്തെ കുറച്ച് കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുറച്ച് കുടുംബങ്ങൾക്ക് ഒരു ചെറിയ കിറ്റ് എത്തിക്കുക, അതാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതലയോട് ഇവിടെ വന്നു. അടുത്തതായി നമ്മൾ ഇവിടുത്തെ ഈ വയസ്സായി നിൽക്കുന്ന അമ്മമാരെ നമുക്ക് അധികം ബുദ്ധിമുട്ടിക്കാണ്. ഞങ്ങൾ 2 മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്തിയത്. ഈ അമ്മമാരെയൊക്കെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയില്ല. ഇവർക്ക് ഓണക്കിറ്റ് സമ്മാനിക്കാനായി നമ്മുടെ പ്രദീപ് സാറിനെയും ശ്രീമാൻ മധു സാർ അവരുകളെയും ക്ഷണിക്കുന്നു. എന്തായാലും നമ്മുടെ ടീം, സ്നേക്ക് മാസ്റ്റർ ടീമും അല്ലെങ്കിൽ കൗമുദി ടീമും നമ്മുടെ പ്രദീപ് സാറും നമ്മുടെ ഫാൻസ് അസോസിയേഷനും അതുപോലെ നമ്മുടെ മധുസൂദനൻ സാറും പരിസ്ഥിതി പ്രവർത്തന മധുസൂദനൻ സാറും ഒക്കെ എത്തി നിൽക്കുന്നത് എല്ലാം നമ്മൾ തീരുമാനിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ എല്ലാ അനുയോജ്യമായ സ്ഥലങ്ങളാണ്. വെങ്കിട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിൽ ഇടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ ബ്രൈമൂരിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ട്. ആ വഴി കടന്നത് വെങ്കിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളടുത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാം ഈ നമ്മുടെ പ്രിയ സഹോദരിമാരായ അമ്മമാരെയൊക്കെ. ഇവിടെ ഈ ഒരു സ്ഥലം കൂടി നമ്മൾ തിരഞ്ഞെടുത്ത് ഇവിടെ ഒരു 5 വീട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അവർ ഈ വനങ്ങളെ അല്ലെങ്കിൽ മൃഗങ്ങളെ പേടിച്ച് എർത്ത് അല്ലെങ്കിൽ കറണ്ട് ഇട്ടിരിക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവരൊന്നും പുറത്തിറങ്ങുന്നത്, കാരണം മൃഗങ്ങൾ 4 ചുറ്റും സഞ്ചരിക്കുന്നു. ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ സാധാരണക്കാരായ ഈ 5 കുടുംബം താമസിക്കുന്നത്. വേറിട്ട് അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്നത്. ഇവർക്ക് നമ്മുടെ അടുത്ത ദൗത്യസ്ഥലം ഇതാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് 5 കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഒരു ചെറിയ കിറ്റ് വിതരണം ചെയ്യുന്നു. അത് നമ്മുടെ പ്രദീപ് സാറ് അത് ഇവർക്ക് കൊടുക്കുന്നു. ഈ അമ്മമാരും ഈ സഹോദരിമാരും അത് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങട്ടെ. പണ്ടു നാം കണ്ട പാർവണങ്ങളീ പടികടന്നെത്തിയല്ലോ. പല നിറം ഒന്നായി നിന്നിൽ പവിഴമായി തെളിഞ്ഞിടുന്നു. പല നിറം ഒന്നായി നിന്നിൽ പവിഴമായി ചിരി തെളിഞ്ഞോ മൽപ്പെണ്ണേ. എന്തായാലും നമ്മുടെ ടീം, കൗമുദി ടീമും നമ്മുടെ പ്രദീപ് സാറും നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പരിസ്ഥിതി പ്രവർത്തന മധുസൂദനൻ സാറ്, പിന്നെ അതുപോലെ തന്നെ വിട്ടുപോയി എൻ്റെ ചേട്ടനും, അതുപോലെ നമ്മുടെ ഫാൻസ് അസോസിയേഷൻ്റെ കൂട്ടുകാരുമാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ദൗത്യം നടന്നുകൊണ്ട് നമ്മുടെ അവസാന ഇന്നത്തെ ദൗത്യത്തിൻ്റെ അവസാന സ്ഥലമായ ബ്രൈമൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ നമ്മുടെ കുറച്ച് നല്ലവരായ സുഹൃത്തുക്കൾ, അമ്മമാർ, സഹോദരിമാർ, കൊച്ചുകുട്ടികൾ, മുതിർന്ന ഗുരുജനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 3000-ലേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും 21 കുടുംബമായി
അത് താഴേക്ക് വന്നു. കാരണം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിച്ചിരുന്നു ഇവിടുത്തെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരുടെ കഷ്ടപ്പാട്. അവർക്കിപ്പോൾ ജോലിയില്ല, ഒരാഴ്ചയിൽ 2-3 ജോലിയൊക്കെ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഞാനിവിടെ വന്നിരുന്നു. ഇവിടുത്തെ സുഹൃത്തുക്കളുടെ, ഇവിടുത്തെ തൊഴിലാളികളായ ഇവിടുത്തെ എൻ്റെ സഹോദരന്മാരുടെ, എൻ്റെ ഗുരുജനങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ പോയിരുന്നു. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് ഞാൻ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ ഈ സ്ഥലത്ത് വന്നു. ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞങ്ങൾ രാവിലെ തിരിച്ചതാണ്, പല സ്ഥലത്തായി ഇറങ്ങി. ഇനി അവസാനം ഇവിടുത്തെ എൻ്റെ ഈ പ്രിയ അമ്മമാർക്കും സഹോദരിമാർക്കും ഓണം കിറ്റ് കൊടുക്കാനുള്ളൊരു അവസരമാണ്. ഈ അവസരം നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രദീപ് സാറും നമ്മുടെ ഫാൻസ് അസോസിയേഷൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ മധുസാറും ഒക്കെ കൂടെ, എൻ്റെ സഹോദരന്മാരെല്ലാം കൂടി ചേർന്ന് അവർക്ക് ആ കിറ്റ് കൊടുത്ത് അവരെ മനസ്സിന് 100% സംതൃപ്തി വരുത്തുന്നു ഞാൻ പറയുന്നില്ല. 1% ഇവർ അവരുടെ മനസ്സിന് കുളിർമ കൊടുക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള ഓണം ആശംസകൾ നേർന്നു. ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനും അതിനുവേണ്ടി മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ എത്തിയ ബാബ സുരേഷിനും അതിനോടൊപ്പം അണിനിരുന്ന സഹപ്രവർത്തകർക്കും നന്ദി നേർന്നുകൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ സഹായം ഞങ്ങൾക്കുണ്ടാകുമെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വീണ്ടും ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പത്രത്തിൽ കൂടെ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കുമെന്ന നിങ്ങൾക്കെല്ലാവർക്കും എസ്റ്റേറ്റിൻ്റെ എല്ലാ തൊഴിലാളികളുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. വളരെ മനോഹരമായ ഒരു ഓണം വാവാ സുരേഷ് ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്ന്, വാവാ സുരേഷ് ഏട്ടൻ്റെ വീട് നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. ഒരു കൊച്ചു ഓലയിട്ട വീട്ടിൽ നിന്നും അദ്ദേഹം അറിയാം, നാഗങ്ങളെ സ്നേഹിച്ചും നാഗങ്ങളെ പരിലാളിച്ചും അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ കളക്ഷനുകൾ സ്വരൂപിച്ച് വെച്ചുകൊണ്ടാണ് ഇന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് കരങ്ങളിലേക്ക് അദ്ദേഹം ഈ സഹായം ഇവിടെ എത്തിച്ചത്. ശരിക്കും സത്യത്തിൽ മാവേലി ഇവിടെ ഇറങ്ങി വന്ന മാവേലി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓണത്തിന് വന്ന മാവേലി. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഞാൻ നേരത്തെയും പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും കണ്ടു എൻ്റെ ചെറിയ വീടും എൻ്റെ പരിമിതികളും. അതിന് പുറത്ത് നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു വരുന്നു. എൻ്റെ വീട്ടുകാർക്കോ വീട്ടിന് വേണ്ടിയല്ല ഞാൻ കൂടുതലും പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വന്ന് നേരിട്ട് ഇവരുടെ അവസ്ഥ കണ്ടു. അതുപോലെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത ഈ ഓണത്തിന് മുന്നേ കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഒരു നേരം അല്ലെങ്കിൽ ഒരു ഓണം സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുമ്പോൾ നമുക്ക് അതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെ എല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. എന്തായാലും എൻ്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. ആരിൽ നിന്നും ഒന്നും വാങ്ങി മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ചിന്താഗതി എനിക്കില്ല. എനിക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന്, എനിക്ക് കിട്ടുന്ന അവാർഡുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അവാർഡ് തുകകൾ മാറ്റി വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നു. സർവേശ്വരന്മാർ 1000 ആയുസ്സും ആരോഗ്യവും തരുമെങ്കിൽ വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സെനിക്കുണ്ട്. നല്ല ആരോഗ്യവും ആയുസ്സും ഈ നല്ലവരായ ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും, കൗമുദി TV-യുടെ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ സഞ്ചരിച്ച ആ മേഖലയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും, നമ്മുടെ ഈ ടീമിനും, ശ്രീമാൻ പ്രദീപ് സാറിനും, ബാക്കി എല്ലാ ഫാൻസ് അസോസിയേഷൻ്റെ സുഹൃത്തുക്കൾക്കും, ജലീൽ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ എല്ലാവിധ നന്മയും നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാവിധ നിറവും ഉണ്ടാകുന്ന ഒരു ഓണം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി, നമസ്കാരം, ഓണാഘോഷം. അപ്പോൾ നല്ലൊരു പൊന്നോണത്തിന് ഇതുപോലെ വലിയൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഈ വലിയൊരു മനുഷ്യൻ്റെ ഈ മനസ്സ് ഇവിടെയുള്ള എല്ലാ നല്ല മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഓണം.